കയ്യിലിരിക്കുന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ തന്നതാണ്. ഇതിൽ കുറച്ചധികം ഡാറ്റകൾ ഉണ്ടായിരുന്നു. അറിയാതെ ഫോൺ ഫോർമാറ്റ് ചെയ്ത സമയത്ത് ആ ഡാറ്റയും ഫോണിൽ നിന്ന് ഡിലീറ്റ് ആയിപ്പോയി. കുറച്ച് ഇമ്പോർട്ടന്റ് ഡാറ്റ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതൊന്ന് റിക്കവർ ചെയ്ത് തരാൻ കഴിയുമോ എന്ന് ചോദിച്ചിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ നമ്മുടെ കയ്യിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. റെഡ്മി 7A എന്ന് പറയുന്ന കുറച്ച് പഴയൊരു മോഡലാണ്. ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് എങ്ങനെയാണ് നമ്മുടെ ഒരു സ്മാർട്ട് ഫോണിൽ നിന്ന് നഷ്ടമായ ഏതൊരു ഡാറ്റയും പൂർണ്ണമായിട്ടും തിരിച്ചെടുക്കാം എന്നതിനെ കുറിച്ചാണ്. ഇറ്റ് ഈസ് മീ കീരൂസ്. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമുക്ക് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒട്ടനവധി സോഫ്റ്റ്വെയറുകൾ ഇന്ന് മാർക്കറ്റിലുണ്ട്. ഫോൺ ഉപയോഗിച്ചിട്ടും നമ്മുടെ കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ടൊക്കെ റിക്കവർ ചെയ്യാൻ കഴിയും. പക്ഷെ ഒന്നും കൂടി അപ്ഡേറ്റ് ആയിട്ട് നമുക്ക് റിക്കവർ ചെയ്യാൻ കഴിയുന്നത് ഇതുപോലെ തന്നെ കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ടുള്ള ഒരു റിക്കവറിംഗ് മെത്തേഡ് തന്നെയാണ്. അപ്പൊ അതിനു വേണ്ടി ഇന്ന് ഞാനൊരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുണ്ട്. ആ സോഫ്റ്റ്വെയറിന്റെ ലിങ്കും കാര്യങ്ങളെല്ലാം നമ്മുടെ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതോടൊപ്പം തന്നെ നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയ www.keerus.in ലഭ്യമാണ്. അവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ കഴിയും. അതിനുശേഷം ഒരു സോഫ്റ്റ്വെയർ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സ്മാർട്ട് ഫോണിലും ഈ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തെടുക്കുക. ഇനി ഈ രണ്ട് ഡിവൈസും തമ്മിൽ സോഫ്റ്റ്വെയർ മുഖാന്തരം നമുക്ക് കണക്ട് ചെയ്യേണ്ട രീതിയുണ്ട്. നമുക്ക് ഇനി അതാണ് നോക്കാൻ പോകുന്നത്. റിക്കവർ ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് സമയം കൂടുതൽ എടുക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ അതിനനുസരിച്ച് ഫുൾ ചാർജ് ചെയ്യാൻ ശ്രദ്ധിച്ചു വെക്കുക. അതോടൊപ്പം തന്നെ റിക്കവർ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണോ നിങ്ങളുടെ കമ്പ്യൂട്ടറോ ഓഫായി പോകാതിരിക്കാൻ നമ്മുടെ സോഫ്റ്റ്വെയർ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലൊരു ഇന്റർഫേസ് ആണ് കാണാൻ കഴിയുക. ആദ്യമായിട്ട് ആൻഡ്രോയിഡ് ഡാറ്റ റിക്കവറി എന്ന് തന്നെ കാണാൻ കഴിയും. നിങ്ങളുടെ ഫോണിൽ നിന്ന് നഷ്ടമായ എല്ലാ ഫയലുകളും ഈ ഒരു റിക്കവറി മോഡ് ഉപയോഗിച്ചിട്ട് റിക്കവർ ചെയ്തെടുക്കാൻ കഴിയും. രണ്ടാമതായിട്ട് ബ്രോക്കൺ ആൻഡ്രോയിഡ് ഡാറ്റ, അതായത് നമ്മുടെ ഫോണിൻ്റെ സ്ക്രീന് ബ്രോക്കൺ ആവുകയോ അല്ലെങ്കിൽ നമുക്കത് ഡിസ്പ്ലേ കാണാതിരിക്കുകയോ ടച്ച് ചെയ്യാതിരിക്കാൻ പറ്റുമോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് നമുക്ക് റിക്കവർ ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഫോൺ ബാക്കപ്പ് ചെയ്യാനും ആ ബാക്കപ്പ് റീസ്റ്റോർ ചെയ്യാനുള്ള ഓപ്ഷൻസുകൾ ഇവിടെ കാണാൻ കഴിയും. ഇനി നമുക്ക് റിക്കവർ ചെയ്യാനുള്ള പ്രോസസ്സിലോട്ട് പോകാം. അതിനായിട്ട് ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോൺ എങ്ങനെയാണ് ഈ ഒരു സോഫ്റ്റ്വെയറുമായിട്ട് കണക്ട് ചെയ്യേണ്ടത് ചോദിക്കും. നിങ്ങൾക്ക് USB കേബിൾ വഴിയോ വയർലെസ് കണക്ഷൻ വഴിയോ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണും ഈ കമ്പ്യൂട്ടറും ഈ സോഫ്റ്റ്വെയറുമായിട്ട് കണക്ട് ചെയ്യാൻ കഴിയും. അതിനായിട്ട് ഇതാ ഇവിടെ വയർലെസ് കണക്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അതിനായിട്ട് നിങ്ങളുടെ കമ്പ്യൂട്ടറും നിങ്ങളുടെ സ്മാർട്ട് ഫോണും ഒരേ വൈഫൈ നെറ്റ്വർക്കിലാവണം. നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. സ്റ്റാർട്ട് കണക്റ്റിംഗ് കൊടുക്കാം. നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ നെയിം അവിടെ കാണാൻ കഴിയും. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണക്റ്റ് ആയിട്ടുണ്ട്. ശേഷം കണക്റ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലൊരു ഇൻ്റർഫേസ് ആണ് പിന്നെ കാണാൻ കഴിയുക. അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്താണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നിന്ന് റിക്കവർ ചെയ്തെടുക്കേണ്ടത് അതിവിടെ ടിക്ക് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് എല്ലാ ഡാറ്റയും വേണമെന്നുണ്ടെങ്കിൽ സെലക്ട് ഓൾ കൊടുക്കാം. ശേഷം നെക്സ്റ്റ് കൊടുക്കാം. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയൊരു സ്കാനിങ് നടക്കും. അതിനുശേഷം നമുക്ക് ഇതുപോലെ നമ്മുടെ ഡാറ്റ റിക്കവർ ചെയ്യുന്ന പ്രോസസ്സുകൾ കാണാൻ കഴിയും. അപ്പോൾ ഇടതുവശത്തായിട്ട് ഇവിടെ കുറച്ചധികം ഓപ്ഷൻസുകൾ കാണാൻ കഴിയും. അതിൻ്റെ നേരെ ഓരോ ഗ്രീൻ ടിക്കും കാണാൻ കഴിയും. ഈ ഗ്രീൻ ടിക്ക് ചെയ്തെല്ലാം റിക്കവർ ചെയ്തതാണ്. താഴെ ഓരോ ബ്ലാക്ക് ബോക്സ് കാണാൻ കഴിയുന്നത് ഇനി അടുത്തതായിട്ട് റിക്കവർ ചെയ്യാനുള്ളതാണ്. നമ്മുടെ സ്കാനിങ് ടൈമും എത്ര ശതമാനം ആയെന്ന് മുകളിൽ കാണാൻ കഴിയും. താഴെ എത്ര ഡാറ്റ റിക്കവർ ചെയ്തെന്നും എത്രയാണ് അതിൻ്റെ ഫയൽ സൈസുകൾ എന്നും നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും. ശേഷം നമ്മുടെ റിക്കവറിങ് പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ റിക്കവർ എന്ന് പറയുന്ന ഈ ഒരു ടാബ് ഓപ്പൺ ആയി വരും. ക്ലിക്ക് കൊടുക്കാം. ശേഷം നിങ്ങൾക്ക് കമ്പ്യൂട്ടറിലെ ഏതൊരു ഡ്രൈവിലോട്ടാണ് ഏതൊരു ഫോൾഡറിലോട്ടാണ് സേവ് ചെയ്യേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് അവിടെ കൊടുക്കാം. അതിനുശേഷം ഇവിടെ റിക്കവർ എന്ന് പറയുന്ന ടാബിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ ഓൾറെഡി ഈ ഒരു ഫോൺ റിക്കവർ ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ റിക്കവർ ചെയ്ത ആ ഫയലൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കുകയാണ്. അപ്പോൾ നമ്മൾ റിക്കവർ ചെയ്ത ഫോൾഡറിലോട്ട് എത്തിയിട്ടുണ്ട്. ഏകദേശം 4.19 GB നമ്മൾ റിക്കവർ ചെയ്തിട്ടുണ്ട് ആ ഫോണിൽ നിന്ന്. നമ്മൾ ഫോൾഡർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ റിക്കവർ ചെയ്ത ഡാറ്റകൾ അതായത് ഫോൾഡറായിട്ട് തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓഡിയോ ഉണ്ട്, കോൾ ലോഗ്സ്, കോൺടാക്റ്റ്, ഗാലറി, പിന്നെ അങ്ങനെ തുടങ്ങും. നമുക്ക് കോൾ ലോഗ്സ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്പറും വിളിച്ച കോള് മിസ് കോളാണോ എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ ഗാലറി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിക്കവർ ചെയ്ത ഒട്ടനവധി ഫോട്ടോകൾ, അങ്ങനെ എല്ലാ ഡാറ്റകളും നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് റിക്കവർ ചെയ്തെടുക്കാൻ കഴിയുന്നതാണ്. ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയ അറിവുകളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ സൈനിങ് ഔട്ട്, കീരൂസ്.